بسم الله الرحمن الرحيم. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1223 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 71-72 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 71-72 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പ്രത്യേകതകൾ വിവരിക്കുന്ന ഏതാനും ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത്. 63-ാമത്തെ ആയത്ത് മുതൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എങ്ങനെയുള്ളവരാണ് എന്നതാണ് വിവരിച്ചു വരുന്നത്. 3 വലിയ തെറ്റുകൾ, വൻ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു അത്തരം തെറ്റുകൾ ചെയ്യുന്നവരല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റ് ആരാധ്യന്മാരെ ആരാധിക്കുന്നവരോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ അല്ല അവര്. അതുപോലെ അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹു ആദരിച്ച ജീവനെ അകാരണമായി ഹനിച്ചു കളയുന്നവരല്ല അവര്. അള്ളാഹു വിലക്കിയിട്ടുള്ളതാണ് അവരുടെ ജീവൻ എടുക്കുക എന്നത്. അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളതാണ് എന്നും ആ പ്രയോഗത്തിനെ മനസ്സിലാക്കാം. അല്ലത്തി ഹറം അള്ളാഹു, അള്ളാഹു പവിത്രമാക്കി, ആദരണീയമാക്കി എന്ന പോലെ തന്നെ നിഷിദ്ധമാക്കി എന്നും മനസ്സിലാക്കാം. അകാരണമായി നിഷിദ്ധമായ അല്ലെങ്കിൽ അള്ളാഹു ആദരിച്ച വ്യക്തികളെ കൊന്നുകളയുന്നവരല്ല. അതുപോലെ വലാ യസ്നൂൻ, വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്നവരുമല്ല. ഈ 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്, ആരെങ്കിലും അത്തരം നീചകൃത്യങ്ങൾ ചെയ്തു പോയതിനു ശേഷം അള്ളാഹുവിലേക്ക് വഴി തേടുന്നുവെങ്കിൽ, പശ്ചാത്താപ വിവശരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഏറ്റവും പ്രകൃതിപരമായ ഒരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. കാരണം മനുഷ്യന്റെ ശരീരത്തിനായാലും ആത്മാവിനായാലും മടക്കം അള്ളാഹുലേക്കാണ്. അള്ളാഹുവാണ് അവന്റെ സ്രഷ്ടാവ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ മരണമടയുമ്പോൾ അവന് തിരിച്ചെത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. അത് അവന്റെ ആത്മാവിനായാലും ശരീരത്തിനായാലും അതിന്റെ മടക്കം അള്ളാഹുവിലേക്കാണ്. അതുപോലെ തന്നെ മനുഷ്യന് അവന്റെ ധാർമ്മികമായ തകർച്ചയുണ്ടാവുകയാണെങ്കിൽ, അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ, പാപകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോവുകയാണെങ്കിൽ, അവന്റെ സ്വാഭാവികമായ മടക്കം അള്ളാഹുവിലേക്കാണ്. കാരണം ചില കൃത്യങ്ങളെ
പാപകൃത്യങ്ങളാക്കി നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. എന്താണ് പാപം, എന്താണ് പാപമല്ലാത്തത്, എന്താണ് പുണ്യം, എന്താണ് പുണ്യമല്ലാത്തത് എന്നൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യന് പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിയമവ്യവസ്ഥയാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അത് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഹുദൂദുകളെ മാനിക്കാതെ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അത്തരം ആളുകള് പശ്ചാത്താപ വിവശരായിക്കൊണ്ട് മടങ്ങുക അള്ളാഹുവിലേക്കാണ്. വേറൊരിടത്തേക്കും മടങ്ങാനില്ല. കുമ്പസാരക്കൂടോ ഏതെങ്കിലും പാതിരിയോ ഒരു ആത്മീയ നേതാവോ ഒന്നുമല്ല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരേണ്ടത്. അള്ളാഹുവിനോടാണ് ധിക്കാരം ഉണ്ടായിരിക്കുന്നത്. അള്ളാഹുവാണ് അതിന് നമുക്ക് മാപ്പ് തരേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും മടങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാപങ്ങളുടെ സ്ഥാനത്ത് അള്ളാഹു ഹസനാത്ത് സൽപ്രവൃത്തികൾ പകരമാക്കും. പുണ്യപ്രവൃത്തികൾ പകരമായിട്ട് സ്വീകരിക്കുമെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പുണ്യപ്രവൃത്തികൾ പകരമായി സ്വീകരിക്കും എന്നൊരാശയമുണ്ട്. അവരുടെ ഓരോ ദുഷ്കൃത്യത്തെയും സൽക്കർമ്മമാക്കി മാറ്റാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അയാൾക്ക് അള്ളാഹു ഒരുക്കി കൊടുക്കും. ഓർമ്മയില് നേരത്തെ സംഭവിച്ചു പോയിട്ടുള്ള വൈകൃതങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഓർമ്മയിൽ വരുമ്പോ അതിന്റെ പേരിലൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക വഴി അതൊക്കെയും ഓരോ ഹസനത്തായിട്ട് മാറുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. അതിനെ തുടർന്നാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകള് അതിലടങ്ങിയ കാര്യങ്ങള് മുന്നോട്ട് വെക്കുന്നത്. വമൻ താബ വഅമില സ്വാലിഹ, ആരെങ്കിലും തൗബ ചെയ്തു മടങ്ങുന്നു. താബ എന്ന വാക്കിന്റെ അർത്ഥം മടങ്ങുക എന്നാണ്, തിരിച്ചു വരിക എന്നാണ്. ദൈവപ്രീതിയിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് തിരിച്ചു വരലിനാണ് തൗബ എന്നത് സാങ്കേതികമായിട്ട് പറയാം. ഒരാൾ പാപകൃത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നാണ് അയാൾ പുറത്തു പോകുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അവനെ വെല്ലുവിളിച്ചുകൊണ്ട്, അവന്റെ വിധിവിലക്കുകളെയും ഹുദൂദുകളെയും മാനിക്കാതെ അവന് കള്ളം വിട്ട് ചാടുകയാണ്. ആ വൃത്തത്തിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധത കാണിക്കലാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത്. തിരിച്ചു വരലാണ്. അള്ളാഹുവിന്റെ നെറ്റ്വർക്കിലേക്ക് തിരിച്ചു വരാനുള്ള സ്വമേധയാ ഉള്ള സന്നദ്ധത കാണിക്കലാണ് ആ തൗബ എന്ന കാര്യം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. വമൻ താബ വഅമില സ്വാലിഹൻ, തൗബ ചെയ്ത് മടങ്ങുന്ന ഏതൊരാളും പിന്നെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് നീങ്ങേണ്ടത്. അതാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന കാര്യം. ഒരാൾ അമലു സയ്യിആത്ത് ചെയ്തതുകൊണ്ടാണ്, സയ്യിആത്തുകൾ ചെയ്തത് കൊണ്ടാണ് അവൻ അള്ളാഹുവെ ധിക്കരിക്കുന്നവനായതും അതുപോലെ അള്ളാഹുവിന്റെ ഹുദൂദുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന ആയി മാറിയതും ഒക്കെ. അപ്പൊ തിരിച്ചു വരുന്ന ആള്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയെത്തുന്ന ആള് പിന്നെ അവിടെ അങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. അമില സ്വാലിഹ, സൽക്കർമ്മങ്ങളുടെ പാതയിലൂടെ മുന്നേറുകയാണ് ചെയ്യുക. ഒരുപാട് സംഭവങ്ങള് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഇതിന് ഉപോത്ബലകമായിട്ടുള്ളത് കാണാൻ കഴിയും. മക്ക ഫതഹില് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവരുടെ പൂർവിക കാല ചെയ്തികളുടെ പേരിൽ അങ്ങേയറ്റത്തെ മനസ്താപം കാണിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യന് പിന്നെ അള്ളാഹു നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയാണ് ചെയ്യുക. അതാണ് തന്റെ സയ്യിആത്തുകളെ മായ്ച്ചു കളയാൻ, ഈ സയ്യിആത്തുകൾ തന്റെ അക്കൗണ്ടിൽ നിൽക്കുന്നത് ഇല്ലാതാക്കാൻ, അത് അള്ളാഹു അതിൽ നിന്ന് തന്റെ ഏടുകളിൽ നിന്ന് അതിനെ മാറ്റി പൂർണ്ണമായിട്ടും മായ്ച്ചു കളയാൻ കാരണമാകുന്ന ഒരു കാര്യം പിന്നീട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നു എന്നതാണ്. ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹൻ എന്നാണ് നേരത്തെ അള്ളാഹു വിവരിക്കുകയുണ്ടായി. ഈ 3 വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അടുത്ത ശിക്ഷ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് വർദ്ധിതമായ ശിക്ഷ അവർക്കുണ്ടാകും.
ആ മാനഹാനിയിലാണ് അവർ നിത്യമായി കഴിയേണ്ടി വരിക. പക്ഷെ അതിൽ നിന്ന് ഒരു കൂട്ടരെ അള്ളാഹു ഒഴിവാക്കി നിർത്തുകയാണ്. പശ്ചാത്തപിക്കുകയും വിശ്വാസം ദൃഢപ്പെടുത്തുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ആ നടപടി സ്വീകരിക്കില്ല. മറിച്ച് അവരുടെ സയ്യിആത്തുകളൊക്കെ ഹസനാത്തുകളാകാൻ അള്ളാഹു സൗകര്യമൊരുക്കി കൊടുക്കും. അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വായിച്ച ആയത്തുകളിൽ ഒമൻ താബ വഅമില സ്വാലിഹൻ, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിലേക്ക് തിരികെ വരുന്നു, അവനെ അനുസരിക്കുന്നതിലേക്കും അവന് വിധേയപ്പെടുന്നതിലേക്കും അവന്റെ ഹുദൂദുകളെ മാനിക്കുന്നതിലേക്കും ഒരാൾ തിരിച്ചു വരുന്നുവെങ്കിൽ വഅമില സ്വാലിഹൻ, എന്നിട്ട് ആ പുതിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള നല്ല കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നുവെങ്കിൽ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, നിശ്ചയമായിട്ടും അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധത്തിൽ തന്നെയാണ് മടങ്ങിയിരിക്കുന്നത്. അള്ളാഹു അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഒരാൾ അങ്ങനെ സയ്യിആത്തുകൾ അവസാനിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിലേക്ക് ഒരു അടിമ എങ്ങനെയാണോ തിരിച്ചു വരേണ്ടത് ആ വിധത്തിൽ തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അവൻ തീർച്ചയായിട്ടും പശ്ചാത്താപ വിവശനായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അതാണ് യഥാർത്ഥ മടക്കം, അള്ളാഹുവിലേക്കുള്ള തിരിച്ചുവരവ്. അപ്പൊ ആ തൗബയുടെ സ്വഭാവം ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. രാവിലെ ചെയ്ത തെറ്റിന് വൈകുന്നേരം പ്രായശ്ചിത്തം നടത്തുകയും അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയും രാത്രി പുതിയ തെറ്റുകളിൽ ഏർപ്പെടുകയും എന്നിട്ട് പിന്നെ കാലത്ത് വീണ്ടും അതിൽ പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, അത് ചില സമൂഹങ്ങളിലൊക്കെ വ്യാപകമായിട്ട് അതൊരു വ്യവസ്ഥപ്പെടുത്തപ്പെട്ട പോലെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇസ്ലാം അങ്ങനെ ഒരു നോൺസെൻസ് അനുവദിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. തിന്മകൾ എത്ര ചെയ്തു പോയ ആളാണെങ്കിലും തൗബയുടെ വാതിൽ തുറന്നടക്കുന്നുണ്ട്. അതൊരാൾക്ക് ഇമാജിൻ ചെയ്യാവുന്ന അത്രയും വർദ്ധിച്ച തിന്മകൾ ഉണ്ടെങ്കിലും. പക്ഷെ ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയതിന് ശേഷം വീണ്ടും വഴിവിട്ടു പോകുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. ആ ഒരു ഏർപ്പാട് നിരന്തരമായിട്ട് തെറ്റിലേക്ക് പോവുകയും പിന്നെ വീണ്ടും വരികയും വീണ്ടും തൗബ ചെയ്യുകയും വീണ്ടും അത് ആവർത്തിച്ച് സംഭവിക്കുന്നത് അയാൾ സ്വയം അഭിശപ്തനാവാൻ കാരണമാവുന്ന ഒരു കാര്യമാണ് എന്നതാണ് വസ്തുത. അപ്പം ആരെങ്കിലും ശരിയായ വിധത്തില് തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധം തന്നെയാണ് അയാൾ മടങ്ങുന്നത്. ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. യതൂബു എന്ന് പറഞ്ഞാൽ മടങ്ങുക, പശ്ചാത്തപിക്കുക എന്നാണ് അർത്ഥം. മതാബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപ വിവശനായി എന്നത്. അതിന്റെ ഊന്നല് ഒന്ന് എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ശൈലിയാണത് എന്ന് കാണാൻ കഴിയും. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. നല്ല ബോധത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഇബാദുർ റഹ്മാന്റെ മറ്റൊരു പ്രത്യേകതയാണ് അള്ളാഹു ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവര് മിഥ്യക്ക് സാക്ഷ്യം വഹിക്കുകയില്ല, കളവിന് കൂട്ടുനിൽക്കുകയില്ല, അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിക്കുകയില്ല. കോടതി വ്യവഹാരങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കണ്ടും കേട്ടും ഒക്കെ പരിചയമുള്ളതാണ്. കള്ളസാക്ഷ്യം പറഞ്ഞ് ന്യായം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുകൂലമായിട്ട് അതിനനുസരിച്ചുള്ള വിധി കോടതികളിൽ നിന്ന് നേടാൻ സാധിക്കും. പലപ്പോഴും കേസിൽ ജയിക്കാൻ വേണ്ടി കള്ളം പറയുകയും കള്ളത്തിന് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ജഡ്ജിന്റെ മുന്നിൽ ന്യായം ബോധിപ്പിക്കാൻ വേണ്ട പിൻബലമായിട്ടുള്ള സാക്ഷ്യങ്ങൾ പച്ചക്കള്ളമായിരിക്കും അത്. പക്ഷെ അങ്ങനെയുള്ള പച്ചക്കള്ളം പോലും പറഞ്ഞുകൊണ്ട് ന്യായം ബോധിപ്പിച്ച്, ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നാട്ടിലെ നീതി നടപ്പിലാക്കപ്പെടുന്നത്. നീതിന്യായ കോടതിയില്ല, ന്യായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നീതിയാണ്.
സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നീതിയല്ല. അതുകൊണ്ട് സത്യം ഉയർത്തി കാണിക്കേണ്ട വിധത്തിൽ സത്യവിശ്വാസികളുടെ ഒരു അടിസ്ഥാനപരമായ ഗുണം തന്നെ അവര് ഷാഹിദൂൻ അലിൽ ഹഖ് എന്നവരാണ് എന്നതാണ്. സത്യത്തിന് സാക്ഷികളാകുന്നവരാണ് സത്യവിശ്വാസികൾ. അത് അള്ളാഹുവിന്റെ ഏകത്വമായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വമായാലും അതിനൊക്കെ അവര് സാക്ഷികളാവുന്ന പോലെ തന്നെ അവര് എല്ലാ ഘട്ടത്തിലും സത്യത്തിനോടൊപ്പമാണ് നിലകൊള്ളുക. അസത്യത്തിനോടും അന്യായത്തിനോടും ഒപ്പമല്ല. വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറണമെങ്കിൽ ഇപ്പോ നമ്മള് അല്പസ്വല്പമൊക്കെ കള്ളം പറഞ്ഞ് കള്ളത്തിന്റെ കൂടെ നിന്ന് വ്യാജമായതിനെ പിന്തുണച്ച് നിൽക്കണം എന്ന ചില ന്യായങ്ങളൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷെ അത് ഖുർആൻ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അത് കള്ളമാണ്. ഖുർആനോട് യോജിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോ അള്ളാഹുവിന്റെ ഇബാദിന്റെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹുവിടെ എണ്ണുന്നത് വല്ലദീന ലാ യശ്ഹദൂന, അവര് സാക്ഷികളാവുന്നവരല്ല, ഷാഹിദാകാൻ കൂട്ടാക്കുന്നവരല്ല. എന്തിനാണ്? അസൂർ, സൂർ എന്ന് പറഞ്ഞ കള്ളം, വ്യാജം, മിഥ്യ, അതുപോലെ അസത്യം, ഇതൊക്കെ പെടും അതിൽ. സൂറിന് സാക്ഷിയാവുകയില്ല എന്നതാണ് വിശ്വാസികളുടെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. അവരെ വിശ്വസിക്കാൻ പറ്റും. ശത്രുക്കൾ പോലും സത്യവിശ്വാസികളെ ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതാണ്. അവര് സൂറിന് സാക്ഷികളാകുന്നവരല്ല, നിത്യക്ക് സാക്ഷികളാവുന്നവരോ കള്ളസാക്ഷ്യം പറയുന്നവരോ കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവരോ ഒന്നുമല്ല. അവര് സത്യത്തിനു വേണ്ടിയാണ് നിലകൊള്ളുക. സത്യം വിജയിക്കാൻ വേണ്ടിയാണ് അവര് പ്രയത്നിക്കുക. സത്യം ആരുടെ പക്ഷത്താണെങ്കിലും ന്യായം ആരുടെ പക്ഷത്താണെങ്കിലും അത് പരിഗണിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾ എടുക്കുന്ന നിലപാടുണ്ടാവും. എത്രയോ സംഭവങ്ങൾ ചരിത്രത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും വ്യക്തിപരമായിട്ടും സമൂഹം എന്നുള്ള നിലക്കും അവർക്കെതിരായിട്ടാണ് അത് ഭവിക്കുക എന്നുള്ള സന്ദർഭങ്ങളിൽ പോലും, തങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും ഖുലിൽ ഹഖ ഫലൗ കാന മുർറൻ എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി സ്വീകരിച്ച് കാണാൻ കഴിയും. ഹഖ് വിളിച്ചു പറയുക, അത് കയ്പുള്ളതാണെങ്കിലും. ഇതേപോലെ തങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് കാര്യങ്ങൾ ഭവിക്കുക എന്ന അവസ്ഥ ഉള്ളപ്പോൾ പോലും സത്യം പറയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ ഒരു ലക്ഷ്യം. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രത്യക്ഷത്തിൽ ഇപ്പോ ഇത് നമുക്ക് എതിരാകും എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് എതിരാകുന്നതിനെ തടയാൻ കഴിയുന്ന, നമ്മള് ആ പ്രയാസം ഏറ്റുവാങ്ങേണ്ടവരല്ല എന്ന വിധത്തിൽ അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തടയാൻ അള്ളാഹുവിന് സാധിക്കും. അത് തടയാൻ കഴിയുന്ന ഒരു റബ്ബിലാണ് സത്യവിശ്വാസികൾക്ക് വിശ്വാസമുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ അത് തടയും. അതല്ല, അത് നമ്മൾ അനുഭവിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അത് അനുഭവിക്കാനും അവര് സന്നദ്ധരാകും. അപ്പോ സത്യത്തിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് വല്ലദീന ലാ യശ്ഹദൂന സൂർ. ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് വളരെ വ്യാപകമായ വിധത്തിൽ തന്നെ പിഴവ് പറ്റിയിട്ടുള്ള ഒരു കർമ്മ മേഖലയാണിത് എന്ന് കാണാൻ കഴിയും. നിത്യജീവിതത്തില് എല്ലാ കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന, ട്രസ്റ്റ് ചെയ്യാവുന്നവരായിരുന്നു വിശ്വാസമുള്ള ആളുകൾ എന്നത്, സത്യവിശ്വാസികൾ. പക്ഷെ ഇപ്പോ നമ്മൾ അത്രത്തോളം ആ ക്വാളിറ്റി വിശ്വാസി സമൂഹത്തിന് കാണുന്നില്ല. എല്ലാം ഒന്നും ട്രസ്റ്റ് ചെയ്ത് എല്ലാവരെയും ഏൽപ്പിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള വിശ്വാസപരമായ ഔന്നത്യം അത് കാരണമായിട്ടുണ്ടാകുന്ന വ്യക്തിത്വം ഒന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരിലും കാണാൻ പറ്റുന്നില്ല. വിരളമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നത് ഫൈദാ ളുയ്യഅത്തിൽ അമാന ഫന്തളരി സ്സാഅ എന്നാണ്. അമാനത്ത്, വിശ്വസ്തത പാഴായിപ്പോയി, ഇല്ലാണ്ടായിപ്പോയി എന്ന് നീ കാണുന്നുവെങ്കിൽ അന്ത്യസമയത്ത് പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് ആ ഹദീസിൽ പറയുന്നത്.
വിശ്വസ്തത എന്നത് ഒരു കാലത്ത് എല്ലാവരിലും ഉണ്ടായിരുന്നതാണെങ്കിൽ ഇന്ന് അപൂർവം ചിലരിൽ മാത്രമുള്ള ഇന്ന ഗ്രാമത്തിൽ ഇന്നയിടത്ത് ഇന്നൊരാള് ഇന്ന കുടുംബത്തിൽ അയാളെ നിനക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നിടത്തോളം കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആഖിർ സമാന്റെ ലക്ഷണം കൂടിയായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോ വിശ്വാസികളുടെ ഒരു പ്രത്യേകത, അള്ളാഹുവിന് പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഒരു പ്രത്യേകത, അവര് വല്ലദീന ലാ യശ്ഹദൂന സൂർ, മിഥ്യക്ക്, കള്ളത്തിന്, ഫാൾസ്ഹുഡിന്, അതുപോലെ സത്യമല്ലാത്ത കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരോ കള്ളസാക്ഷ്യം പറയുന്നവരോ ഒന്നുമല്ല അവര്. വ്യാജമായിട്ട് സാക്ഷ്യം പറയാന്നുള്ള ഒരു സംഗതി ഉണ്ട്, വ്യാജത്തിന് സാക്ഷ്യം പറയാന്നുള്ള ഒരു സംഗതിയുണ്ട്. ഇത് രണ്ടുമല്ല അവര്. വ്യാജത്തിന് അവരുടെ പിന്തുണ കിട്ടൂല. വ്യാജമായി സത്യത്തിനു വേണ്ടി പോലും ഒരു വ്യാജ സാക്ഷ്യം പറയുക എന്നതും അവര് ചെയ്യുന്നൊരു കാര്യമല്ല. വിശ്വാസികളുടെ ഇബാദുർ റഹ്മാന്റെ ഒരു പ്രത്യേകതയാണ് വല്ലദീന ലാ യശ്ഹദൂന സൂറ. പലരും അപൂർവമായിട്ടെങ്കിലും നമുക്ക് കേൾക്കാം, കള്ളം പറഞ്ഞിട്ട് ഇപ്പോ എനിക്ക് എന്റെ അവകാശം കിട്ടേണ്ടതില്ല, സത്യം പറഞ്ഞിട്ട് എനിക്ക് എന്റെ അവകാശം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ അത് അള്ളാഹു നോക്കിക്കോളും. വ്യാജം പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ അവകാശം നേടണമെന്നില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെയൊക്കെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിത്യജീവിതത്തില് നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ഒരു ഊന്നലോടുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ആ വിധത്തിൽ അതിനെ പരാമർശിക്കുന്നത്. നിത്യജീവിതത്തിൽ ഇത് നമ്മൾ ഒരു നിരന്തരമായി എപ്പോഴും സൗകര്യത്തിനനുസരിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് കള്ളം, അല്ലെങ്കിൽ സത്യം മൂടി വെക്കല്, കള്ളത്തിന് അനുകൂലിച്ച് നമ്മൾ നാലു വാക്ക് പറയലോ, അല്ലെങ്കിൽ അറിയുന്ന സത്യം പറയാതെ ഇരിക്കലോ ഒക്കെ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ വളരെ കോമൺ പ്ലേസ് ആയ ഒരു സംഗതിയായി മാറുന്നുണ്ട്. അങ്ങനെ നമ്മളുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ കരുതലുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാനിൽ പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യവും പ്രീതിയും ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെടണമെങ്കിൽ ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ആർജിക്കണം. ഈ ക്വാളിറ്റീസ് ആർജിക്കാതെ കണ്ട് അള്ളാഹുവിന് തൃപ്തിയുള്ളവരായി മാറുക, അള്ളാഹുവിന്റെ ഇബാദിൽ പെടുക, കാരുണ്യവാന്റെ ഇബാദിൽ പെടുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രാപ്യമായ ഒരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലദീന ലാ യശ്ഹദൂന സൂർ. ഇനി അവരുടെ മറ്റൊരു പ്രത്യേകത, വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. ഒരു പാഴ്കാര്യം, ഒരു ഫ്യൂട്ടൈലായ, യൂസ്ലെസ് ആയ ഒരു സംഗതിയുടെ അടുക്കലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ, ഒരു അനാവശ്യമായ ഒരു സംഗതിയുടെ പരിസരത്തൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിൽ മർറൂ കിറാമ, അവര് വളരെ മാന്യമായിട്ടാണ് അതിലൂടെ അങ്ങ് കടന്നു പോയി കളയുക. അതിന്റെ ഒരു തൊടലും തീണ്ടലും ഒന്നും അവരെ സ്പർശിക്കുകയില്ല എന്ന വിധത്തിൽ അവരുടെ വ്യക്തിത്വത്തെയോ അവരുടെ ധാർമ്മികതയെയോ അവരുടെ മനസ്സിന്റെ ശുദ്ധിയെയോ ഒന്നും നശിപ്പിക്കാത്ത വിധത്തിലാണ്, അത് നശിക്കാൻ ഇടവരാത്ത വിധത്തിലാണ് അവരതിലൂടെ അങ്ങ് കടന്നു പോകുന്നത്. വൈദാ മർറൂ ബിൽ ലഗ്വി, എല്ലാ തിന്മകളും എല്ലാ വേണ്ടായികകളും, നേരത്തെ സൂചിപ്പിച്ച സൂർ ഉൾപ്പെടെയുള്ള എല്ലാം എല്ലാം സൂചിപ്പിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് ലഗ്വ്. അതിൽ അനാവശ്യം വരുന്നു, അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ അതും വരുന്നു. വേണ്ടായികകളൊക്കെയും, എല്ലാ വേണ്ടായികകളും അതിന്റെ പരിസരത്തൂടെ, വേണ്ടായികകൾ നടക്കുന്ന ഇടത്തിലൂടെ കടന്നു പോവേണ്ടി വരുമ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാം, അവരങ്ങോട്ട് പാളി നോക്കാനോ, അവര് കുറച്ചു നേരം അവിടെ കൂടിക്കൊടുത്ത് നിൽക്കാനോ, കുറച്ചു നേരം അത് എന്താണെന്നൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ച് അങ്ങനെ അതിന്റെ ഭാഗമാകാനൊന്നും അവര് സന്നദ്ധാവില്ല. കാരണം അവർക്കറിയാം അവരുടെ തഖ്വയെ അത് ബാധിക്കും, അവരുടെ വ്യക്തിത്വത്തെ അത് കളങ്കപ്പെടുത്തും, അവരുടെ ധാർമ്മികതക്ക് അതൊരു വെല്ലുവിളിയാകും.
പ്രത്യക്ഷത്തിൽ ആരും അത് കണ്ടെത്തിയില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളില് അത് അയാളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ലഘുവ് നടമാടുന്നത് കണ്ടാൽ അത് നോക്കി നിൽക്കുന്ന, അതിന്റെ ഭാഗമാവുന്ന, അതിൽ ഇൻവോൾവ് ആകുന്ന ഒരു നിലപാടല്ല അവര് സ്വീകരിക്കും. മറിച്ച് വളരെ മാന്യമായിട്ട് അവര് അത് തങ്ങളെ ഏശാത്ത വിധത്തില് കടന്നു പോവുകയാണ് ചെയ്യുക. തടയാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും തടയും. കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന കൈകൊണ്ട് തടുക്കും. ഇനി അതല്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ തടയാൻ പറ്റുമെങ്കിൽ അതിനെതിരിൽ സംസാരിച്ചുകൊണ്ട് അത് തടയാൻ നോക്കും. അതുമല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനോട് വെറുപ്പ് കാണിച്ചിട്ടെങ്കിലും ആണ് അവർ നിലക്കൊള്ളുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ 3 രീതികൾ സ്വീകരിക്കും. അപ്പൊ ലഘവ് നടക്കുന്നത് കണ്ടാൽ ഫ്യൂട്ടൈലായ, ഉപയോഗശൂന്യമായ, ഫലശൂന്യമായതില് അതിന്റെ ഏറ്റവും കുറഞ്ഞത് ഫലശൂന്യത എന്നുള്ളതായിരിക്കും. ഏറ്റവും കൂടിയതിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന, സമൂഹത്തിന് ദ്രോഹകരമായതായിരിക്കും. അതിന്റെ 2 എക്സ്ട്രീംസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള വല്ലതിന്റെയും അടുത്തുകൂടെ പോകേണ്ടി വന്നാൽ ഇബാദുർ റഹ്മാന്റെ നിലപാട് മർറൂ കിറാമ, അവര് വളരെ മാന്യമായിട്ട് ആണ് അതിലൂടെ കടന്നു പോകുന്നത്. അവര് അതിലൊന്നും ഇൻവോൾവ് ആകാതെ, അതൊന്നും അവരെ ഏശാത്ത വിധത്തിൽ. കോളേജ് ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആയത്ത് ക്യാമ്പസുകളിലെ നമ്മളുടെ ജീവിതത്തെയും പുനരാലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ നടക്കുന്ന പല സംഗതികളും ഈ ലഹുവ് എന്ന വിധത്തിൽ പെടുന്നതാണ്. സംശയമൊന്നുമില്ലാത്ത വിധത്തില് ഈ അനാവശ്യമായ കാര്യങ്ങൾ, ഫലശൂന്യമായ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ വരെ അടങ്ങിയിട്ടുള്ളതാണ്. അത്തരം സന്ദർഭങ്ങളിൽ, അത്തരം ചുറ്റുപാടുകളിൽ നമ്മൾ പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. മർറൂ കിറാമ, മാന്യത നഷ്ടപ്പെടുത്തുന്ന, വ്യക്തിത്വം കളഞ്ഞു കുളിക്കുന്ന, അനാദരവ് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് അധ്യാപകരോടും അതുപോലെ ബാക്കി ജീവനക്കാരോടും സഹപ്രവർത്തകരോടും സഹപാഠികളോടും ഒക്കെ കാണിക്കുന്ന ഒരുപാട് വൃത്തികേടുകൾ ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബാദുർ റഹ്മാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിലപാട് മർറൂ കിറാമ എന്നതായിരിക്കും. ഇതാണ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് യുവാക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാമ്പസുകൾക്ക് അവരുടെ ഒരു ക്യാമ്പസുകളുടെ ഒരു കൾച്ചറും ഒരു രീതിയും ഒക്കെ ഉണ്ട്. അത് എല്ലാം ഒന്നും നല്ലതല്ല എന്നല്ല, പ്രകടമായിട്ട് തന്നെ ചീത്തയാണ് എന്ന് പറയാവുന്ന, ഹെറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ആ സംസ്കാരത്തിൽ ഓരോന്നും ഇഴ പിരിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത് വലിയ ദുരന്തമായിരിക്കും. നമ്മുടെ തന്നെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും ധാർമ്മികതയെയും ഒക്കെ തകർക്കുന്ന, ഏറ്റവും വലിയ നാശമുണ്ടാക്കുന്ന ഒരു അനുഭവം മാത്രമായിട്ട് വിദ്യാഭ്യാസം ചുരുങ്ങും എന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പരിണമിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ 2 ആയത്തുകളാണ് ഞാനിന്ന് വിശദീകരിച്ചിട്ടുള്ളത്. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. ആരെങ്കിലും മുകളിൽ സൂചിപ്പിക്കപ്പെട്ട വൻ പാപങ്ങളൊക്കെ ചെയ്തു പോയാൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ ശരിയായ വിധത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധത്തിലാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ വിശ്വാസികൾ, അള്ളാഹുവിന്റെ ഇബാദുകൾ, അവരൊരിക്കലും തന്നെ കള്ളസാക്ഷ്യം പറയില്ല, വ്യാജത്തിന് സാക്ഷ്യം പറയുകയില്ല, കള്ളത്തിനും അന്യായത്തിനും അനീതിക്കും കൂട്ടു നിൽക്കുന്നവരായിക്കൊണ്ട് അവര് സംസാരിക്കുകയും ഇല്ല.
അതുപോലെ ലഘുവ്, അനാവശ്യമായ കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ, ഒരു ഫലശൂന്യമായതു മുതൽ ഏറ്റവും അപകടകരമായതു വരെയുള്ള കാര്യങ്ങൾ അതിന്റെ പരിസരത്തൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അത് തങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ അവർ വളരെ മാന്യമായിട്ട് കടന്നു പോകുന്നവരായി. ഈ ഒരു വിവരണം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ അത് പരിവർത്തനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അത്തരം വിനാശങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.